ഹായ് ഫ്രണ്ട്സ്, ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. മാംഗ്ലൂർ വരെ പോയേക്കുമായിരുന്നു. അതൊരു ഒഫീഷ്യൽ ട്രിപ്പായിരുന്നു. അതായത് എൻ്റെ ഓഫീസിൽ നിന്നും എന്നെ 3 ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് മാംഗ്ലൂർ അയച്ചേക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു ട്രാവൽ വ്ളോഗായിട്ടല്ല കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ശ്രീനിവാസ് സാഫ്രൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. മാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ എത്താൻ സാധിക്കും. അപ്പോൾ അതൊരു 3 സ്റ്റാർ കാറ്റഗറി ഹോട്ടലാണെങ്കിലും അത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ അവിടുത്തെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഞാൻ 3 ദിവസം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്, അത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെയുള്ള 1-2 സ്ഥലങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു ട്രാവൽ വ്ളോഗായിട്ടല്ല കാണിക്കുന്നത്. മെയിനായിട്ട് ആ ഒരു ഹോട്ടലിൻ്റെ കാര്യവും പിന്നെ അവിടുത്തെ ആ ഫുഡ് കാര്യങ്ങളൊക്കെ. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വന്നാലോ. മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഈ കാണുന്ന ശ്രീനിവാസ് സാഫ്രൻ ഹോട്ടലിൽ എത്താൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടൽ ഇരിക്കുന്ന കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹംബൻഘട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു 3 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ഹോട്ടലാണ്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി ഹോട്ടലിൻ്റെ കാഴ്ചകൾ ആദ്യം ഒന്ന് കാണാം. ഞാൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം കയറി വരുമ്പോൾ തന്നെ ഇത് ഇവരുടെ ആ ഒരു ലോബി സ്പേസ് ആണ്. വളരെ നീറ്റായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കണ്ടോ, നമ്മൾ ആ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടി തന്നെ നമുക്കത് ഫീല് കിട്ടുന്നുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്നറിയാമോ? ഇവിടുത്തെ റൂമിൻ്റെ റെൻറ്റ് തന്നെയാണ്. എനിക്കിവിടെ റൂം റെൻ്റ് ആയേക്കുന്നത് കേവലം 2700 രൂപയാണ്. അതിനകത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ മാംഗ്ലൂർ സിറ്റിയുടെ നടുവിൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി നമുക്ക് വെറും 2700 രൂപയ്ക്ക് താമസിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ റൂമിലോട്ടുള്ള ആ ഒരു പാസേജ് ആണ്. കണ്ടോ, പാസേജും ആ എല്ലാ സ്ഥലവും വളരെ നീറ്റായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമുക്കിൻ്റെ റൂമിൻ്റെ അകത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യാനായിട്ടൊരു ചെറിയ വർക്ക് സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ സോഫാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ബെഡായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും റൂം കാണുമ്പോൾ തന്നെ നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു വാർഡ്രോബ് ഉണ്ട്, ലഗേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ടേബിളിൽ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂം സർവീസ്, എന്തൊക്കെ ഫുഡാണ് ഇവിടെ കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, അതിൻ്റെ മെനു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മിനറൽ വാട്ടർ ഉണ്ട്. അതുപോലെ ടീ, കോഫി മേക്കർ, അതിൻ്റെ അക്സസറീസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാത്റൂമും കൂടെ ഒന്ന് കണ്ടേക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നീറ്റായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. വെറ്റ് ഏരിയ അവർ കേർട്ടൻസ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ വെറ്റ് ഏരിയയും എല്ലാം ഞാൻ നോക്കിയായിരുന്നു. വളരെ നീറ്റായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇത് കണ്ടോ, ഒരു ചെറിയൊരു പാംഫ്ലെറ്റ് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ. അപ്പം സാഫ്രൻ സ്പൈസ് എന്ന് പറയുന്ന ഇവരുടെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണിത്. ഞാൻ ഇവിടെ 3 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഡേയിലുള്ള ആ ഒരു ബുഫേ സ്പ്രെഡാണ്. ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സ്പ്രെഡ് ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആണ്. നമ്മളുടെ റൂം റെൻറ്റിനകത്ത് ഇതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കോൺഫ്ലേക്സ്, ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ടിപ്പിക്കലായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ചട്നി, അതിൻ്റെ കൂടെ ഇഡ്ഡലി ഉണ്ട്, പിന്നെ നല്ല ചൂട് ഉഴുന്നുവട, ടിപ്പിക്കലായിട്ടുള്ള കർണാടക സാമ്പാർ, പിന്നെ അതുപോലെ ചണ മസാല, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബട്ടൂര ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു ബ്രെഡ് പക്കോടയാണ്. അത് കൂടാതെ ഇവിടെ ഓണിയൻ ഊത്തപ്പവും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇവരിവിടുത്തെ ഈ മോർണിംഗ് സ്പ്രെഡിൽ നിന്ന് വെച്ചേക്കുന്നത്. അത് കൂടാതെ ടീ ആൻഡ് കോഫി അവൈലബിൾ. അപ്പം ഇത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് നിതിനാണ്. ഞങ്ങൾ 2 പേരും കൂടെയാണ് ആക്ച്വലി ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് രാവിലെ ടൈം ആയതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനായിട്ടുള്ള ടൈമില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രെയിനിങ്ങിന് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ച ഐറ്റംസ് എല്ലാം വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. വളരെ പെട്ടെന്ന് തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ വ്ളോഗായിട്ട് ദയവേത് ഈ ഒരു വീഡിയോ കാണരുത്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന ചില കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഞങ്ങളിപ്പം മാംഗ്ലൂർ സിറ്റിയുടെ നടുവിലൂടെ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോവുകയാണ്.
യൂണിയൻ ബാങ്കിൻ്റെ സോണൽ ഓഫീസിൽ തന്നെയാണ് ട്രെയിനിങ് സെൻറ്റർ. ഇതാണ് ഞങ്ങളുടെ യൂണിയൻ ബാങ്കിൻ്റെ സോണൽ ഓഫീസ്. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററും. അപ്പം നല്ല കുട്ടികളായിട്ട് ഞങ്ങൾ പോയിരുന്ന ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. മാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ സീ ഫുഡിന് വളരെയധികം ഫേമസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സീ ഫുഡിന് വളരെയധികം പേര് കേട്ട മച്ച്ലി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കുന്നത്. ഇത് കൊടൈബേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലുണ്ടല്ലോ, സാഫ്രൺ ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഹോട്ടലിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ 3-4 ഫിഷ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്, പക്ഷേ ഫിഷാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇന്നത്തെ മെനു എല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നോക്കിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തവ ഫിഷ് ഫ്രൈ ആണ്. അതിൻ്റെ കൂടെ നീർദോശ, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഫിഷ് കറിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തവ ഫ്രൈ ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ഇത് പ്രോൺസ് ഗീ റോസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ പ്രോൺസ് ഇങ്ങനെ ഗീ റോസ്റ്റ് കഴിച്ചിട്ടില്ല, അതും അടിപൊളി ഐറ്റമാണ്. പിന്നെ ഇത് മറ്റൊരു ഫിഷാണ്, അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. എന്ത് തന്നെയാണെങ്കിലും സൂപ്പർ ഒരു ഡിന്നർ. അവസാനം നമുക്ക് കുറച്ച് ചോറ് തരുന്നുണ്ട്, അതിൻ്റെ കൂടെയും മീൻകറിയാണ് തരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിന്നർ. ശരിക്കും ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. മാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മച്ച്ലി റെസ്റ്റോറൻറ്റ് ട്രൈ ഔട്ട് ചെയ്യണം. മാംഗ്ലൂർ സിറ്റിയിൽ ഇതെൻ്റെ അടുത്ത ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി നല്ല അടിപൊളി ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ടേ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നല്ല മഴയും ഉണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ വൈകുന്നേരം മാംഗ്ലൂർ ബീച്ച് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എങ്ങും പോകാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ഭയങ്കരമായ മഴയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മാംഗ്ലൂരിൽ നല്ല മഴയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തിനാണെങ്കിലും മച്ച്ലി റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ചിട്ടാണ് ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സാഫ്രൺ ഹോട്ടലിലെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ആ ഒരു ബുഫേ സ്പ്രെഡ് ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ഈ ഒരു ബുഫേ സ്പ്രെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. ഇവരുടെ ഈ ഒരു മോർണിംഗ് സ്പ്രെഡിൽ ഇവരങ്ങനെ ഭയങ്കരമായ ചേഞ്ചസ് വരുത്താറില്ല. ആ ടിപ്പിക്കലായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടല്ലോ, ഇഡ്ഡലി, അതുപോലെ വട, ചട്നി, പിന്നെ സാമ്പാർ, ഈ ഐറ്റംസ് എല്ലാ ദിവസവും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് ആലു മസാലയുണ്ട്, അതിൻ്റെ കൂടെ പൂരിയുണ്ട്, പിന്നെ കടലയുടെ ഒരു ചെറിയൊരു ഐറ്റം ഇവിടെ ഇരിക്കുന്നത് കാണാം. അതുകൂടാതെ പിന്നെ മൂങ് ദാൽ ദോശ, ഇത് മൂങ് ദാൽ ദോശ. അപ്പം വളരെ പെട്ടെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു, ഫുഡൊക്കെ ടേസ്റ്റിയാണ്. അപ്പം ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയിട്ട് വൈകുന്നേരം ഞാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു ഫുൾ ഡേ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാനും നിതിനും തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി. എന്നിട്ട് നല്ല ഫ്രഷ് ആയതിനു ശേഷം ഇവിടെ മാംഗ്ലൂരിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗോകർണനാഥേശ്വര ടെമ്പിളിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇതിനെ ശരിക്കും കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം എന്നും അറിയപ്പെടും. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ പരമശിവനാണ്. പക്ഷേ ഇതൊരു വലിയ ഒരു അമ്പലമാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ശരിക്കും ക്യാമറ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് അകത്തോട്ടൊന്നും കാണിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ വെളിയിൽ നിന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. കണ്ടോ, എൻ്റെ മെയിൻ ഗോപുരമൊക്കെ കണ്ടോ, എല്ലാം ഒരു ഗോൾഡൻ കളറിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇത് 1912 കൺസ്ട്രക്ട് ചെയ്തതാണെങ്കിലും അതിനുശേഷം പിന്നീട് ഇത് റെനോവേഷനൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫോമിലോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും നമ്മൾ ചില സിനിമയിലൊക്കെ, ഇപ്പോൾ ബാഹുബലി സിനിമയിലൊക്കെ ആ ഒരു സെറ്റൊക്കെ ഇട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഫീലൊക്കെ കിട്ടും ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക്. ഇത് ഇവിടുത്തെ ഒരു രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന ഒരു രഥമാണ്. കണ്ടോ, അതിൻ്റെ കളറും. ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രി വന്നാലാണ് ഈ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് ഇവിടുത്തെ അമ്പലക്കുളമാണ്. കണ്ടോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പരമശിവന്റെ പല ഭാവങ്ങൾ, പല രൂപങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു അമ്പലക്കുളം തന്നെ നിർമ്മിച്ചേക്കുന്നത്. നോക്കി, ശരിക്കും ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ അമ്പലക്കുളം ചെയ്തേക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഇവിടുത്തെ ദീപാരാധന ടൈമിലാണ് വന്നത്. അപ്പോൾ കയറി ദീപാരാധനയൊക്കെ തൊഴുത്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഇവിടുത്തെ ആചാരങ്ങൾ. എന്നാലും എല്ലാമൊക്കെ കയറി തൊഴുതതിന് ശേഷം ആണ് ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ്സിനും ഭയങ്കരമായിട്ട് ഫേമസ് ആണ്.
അപ്പോൾ ഇവിടെ മാംഗ്ലൂർ സിറ്റിയിൽ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, സ്വീറ്റ്സ് കിട്ടുന്ന പല ടൈപ്പിലുള്ള സ്വീറ്റ്സ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഞങ്ങളുടെ സാഫ്രൺ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കാന്തി സ്വീറ്റ്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കളക്ഷൻ, സ്വീറ്റ്സിൻ്റെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കണ്ണ് തള്ളി പോകും കേട്ടോ. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അങ്ങനെ ഇന്ത്യയിലെ പല ഭാഗത്തും കിട്ടുന്ന എല്ലാ ടൈപ്പ് സ്വീറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്നും സ്വീറ്റ്സോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കാന്തി സ്വീറ്റ്സ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രിപ്പറേഷനുമാണ്. മാംഗ്ലൂരിൽ ഞങ്ങളുടെ 3rd ആൻഡ് ഫൈനൽ മോർണിംഗും അടിപൊളി മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസവും കാണിച്ചതുപോലെ തന്നെ ഇവരുടെ മെയിനായിട്ടുള്ള ആ ഒരു സ്പ്രെഡ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതായത് ഇഡ്ഡലി, അതിൻ്റെ കൂടെ വട, പിന്നെ ചട്നി, സാമ്പാർ. ഇന്നിവിടെ മിക്സ് ഭാജി ഉണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അജ്വാനി പൂരി. പിന്നെ അത് കൂടാതെ പൊഹ അവൈലബിൾ ആണ്. പൊഹ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു ഐറ്റം അല്ല. പിന്നെ പാലക് ദോശ, അത് കൂടാതെ ടീ, കോഫി അവൈലബിൾ, പിന്നെ ഒരു സ്വീറ്റും ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വളരെ പെട്ടെന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ട്രെയിനിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് മടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാംഗ്ലൂരിലെ കൂടുതൽ കാഴ്ചകൾ എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ 3ാമത്തെ ദിവസത്തെ ട്രെയിനിങ്ങും തീർന്നതിന് ശേഷം ഞങ്ങൾ ഇന്ന് വൈകിട്ട് 6:30 മലബാർ എക്സ്പ്രസ്സിനാണ് നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് മാംഗ്ലൂരിലെ കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ സാധിച്ചില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത് എങ്ങനെ നിങ്ങൾക്ക് മാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഫെസിലിറ്റിയിൽ വളരെ റീസണബിൾ റേറ്റിൽ താമസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് സാഫ്രൺ ഹോട്ടൽ വളരെയധികം ഐഡിയലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാംഗ്ലൂരിലെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മാംഗ്ലൂരിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മാംഗ്ലൂരിലെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലോട്ട് എത്തിക്കാം. അപ്പം ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മാംഗ്ലൂർ വിശേഷങ്ങൾ? ഇത് ശരിക്കും ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ട് കാണിച്ചതല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ആ ഹോട്ടലിൽ പോയി താമസിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ മാംഗ്ലൂരിൽ പല ആൾക്കാരും പല ആവശ്യങ്ങൾക്കായിട്ട് പോകാറുണ്ട്. ചിലർ ഉടുപ്പി, മൂകാംബിക പോകുമ്പോൾ മാംഗ്ലൂർ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ പല ആൾക്കാരും ഒഫീഷ്യലായിട്ട് മാംഗ്ലൂർ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് താമസിക്കാനായിട്ട് പറ്റിയ ഒരു ഹോട്ടൽ തന്നെയാണ് ഈ ശ്രീനിവാസ് സാഫ്രൺ ഹോട്ടൽ എന്ന് പറയുന്നത്. മാംഗ്ലൂരിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ. സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം വളരെ നല്ല ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. 3 ദിവസവും ഞാൻ അവിടുത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അവരവിടെ തരുന്നത്. അപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ആ ഹോട്ടലും ഒന്ന് കാണിക്കുക, അതുപോലെ അവരുടെ ആ കോംപ്ലിമെന്ററി ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കുക. പിന്നെ ഉണ്ടായിരുന്ന 3 ദിവസവും മാംഗ്ലൂർ നല്ല മഴയായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ കാഴ്ചകൾ കാണിക്കാമായിരുന്നു. അപ്പോൾ ഏതാണെങ്കിലും ഞാൻ ആ മച്ച്ലി റെസ്റ്റോറൻറ്റും അതുപോലെ ആ ഗോകർണനാഥ ടെമ്പിൾ, അത് 2 സ്ഥലത്ത് മാത്രമേ എനിക്ക് പോകാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് മാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ ട്രൈ ഔട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. വേറെ മാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ബീച്ചസ് ഒക്കെ, പിന്നെ വേറെ ഒരുപാട് ടെമ്പിൾസ് ഒക്കെ അവൈലബിൾ ആണ്. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ ഉറപ്പായിട്ടും ഞാനൊരു മാംഗ്ലൂർ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഹോട്ടലിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് മാംഗ്ലൂർ സിറ്റിയുടെ നടുവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിൽ എത്താൻ സാധിക്കും. ഇനി നിങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു 14-15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സാഫ്രൺ ഹോട്ടലിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇത് സിറ്റിയിലെ ഒരു ഹാപ്പനിങ് പ്ലേസ് തന്നെയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും മറ്റ് ഷോപ്പിംഗ് സെന്റേഴ്സ്, ഷോപ്പിംഗ് മോൾസ് എല്ലാം ഇതിൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനലായ ഡൊമിനോ ദീപക്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൊമിനോ ദീപക്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.